ഇന്ത്യക്ക് ഇനി ബംഗ്ലാദേശിൽ ശ്രദ്ധാപൂർവമായ ഒരു നയതന്ത്ര മാനേജ്മെന്റ് നടപ്പിലാക്കേണ്ടി വരില്ലേ? തീർച്ചയായും ഇന്ത്യ പുനഃപരിശോധിക്കണം. ടേക്കിംഗ് സ്റ്റോക്ക് ഓഫ് ദ സിറ്റുവേഷൻ മാറിയ സാഹചര്യത്തിൽ ഒരു പുനഃപരിശോധന ആവശ്യമാണ്. കാരണം ബംഗ്ലാദേശിലെ ഭരണകൂടം മാത്രമേ മാറിയിട്ടുള്ളൂ. പക്ഷേ നമ്മുടെ താല്പര്യങ്ങൾ ബംഗ്ലാദേശ് എന്ന രാജ്യവുമായി ബന്ധപ്പെട്ടാണ്. തന്ത്രപ്രധാനമായ ഒരു സ്ഥലത്ത്, ഇന്ത്യയുടെ കിഴക്കൻ മേഖലയിലെ നമുക്കവിടെ സാമ്പത്തികവും സാംസ്കാരികവുമായ നിക്ഷേപമുണ്ട്. സാമ്പത്തികമായ നിക്ഷേപത്തെക്കാൾ കൂടുതൽ ന്യൂനപക്ഷം, ബംഗ്ലാദേശിലെ ന്യൂനപക്ഷമായ ഹൈന്ദവ സമൂഹം ഏതാണ്ട് 8% ജനസംഖ്യ ഹൈന്ദവരാണ്. അപ്പോൾ ആ ഒരു ഹൈന്ദവ ജനതയുടെ ഒരു ശാന്തത, സമാധാനപരമായ അവരുടെ സഹവർത്തിത്വം, അത് ഹിന്ദു ക്ഷേത്രങ്ങൾക്കെതിരെയുള്ള ആക്രമണം ഉൾപ്പെടെ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അതുമാത്രമല്ല, വളരെ വലിയ തോതിൽ അഭയാർത്ഥികൾ, ബംഗ്ലാദേശ് പൂർണ്ണമായി അസ്ഥിരമായി കഴിഞ്ഞാൽ ബംഗ്ലാദേശും ഇന്ത്യയും തമ്മിലുള്ള ബോർഡേഴ്സ് വളരെ പോറസ് ബോർഡേഴ്സാണ്. ഒരുപാട് ക്രോസിംഗ് പോയിന്റുകളുണ്ട്. അതുകൊണ്ട് ഇന്ത്യയിലെ 2-3 സംസ്ഥാനങ്ങളിലേക്ക്, പ്രത്യേകിച്ചും മേഘാലയ സംസ്ഥാനം, അതുപോലെ ത്രിപുര സംസ്ഥാനം, പശ്ചിമ ബംഗാൾ മുതലായ സംസ്ഥാനങ്ങളിലേക്ക് വലിയ തോതിലുള്ള അഭയാർത്ഥി പ്രവാഹം ഉണ്ടാകാൻ ഹൈന്ദവ ന്യൂനപക്ഷത്തിൽ നിന്നോ അല്ലെങ്കിൽ മുസ്ലിം വിഭാഗത്തിൽ നിന്നോ തന്നെ അഭയാർത്ഥി പ്രവാഹം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ബംഗ്ലാദേശ് ഒരു ഫെയിൽഡ് സ്റ്റേറ്റ് ആകുന്നത്, പരാജിത രാഷ്ട്രമാകുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത്ര സ്വീകാര്യമായ ഒരു കാര്യമല്ല. അതുകൊണ്ട് ഇന്ത്യയുടെ നയതന്ത്ര രംഗം ബംഗ്ലാദേശിൻ്റെ പുതിയ സാരഥികളുമായി ചേർന്ന് പ്രവർത്തിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിൽ എത്തിയെങ്കിൽ മാത്രമേ കാര്യങ്ങൾ മുന്നോട്ട് പോകൂ. അല്ല എങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചൈനയും പാകിസ്ഥാനും പൂർണ്ണ മുതലെടുപ്പ് നടത്താനും ഇന്ത്യയുടെ ആത്യന്തികമായ ദക്ഷിണേഷ്യൻ താല്പര്യങ്ങൾക്ക് അത് വിഘാതമാകാനും സാധ്യത. അതായത് ജോലി സംവരണ വിരുദ്ധ പ്രക്ഷോഭമായി തുടങ്ങിയത് പിന്നീട് സർക്കാർ വിരുദ്ധ പ്രക്ഷോഭമായി മാറിയത് എങ്ങനെയെന്ന ചോദ്യമാണ് ഇപ്പോഴും പ്രസക്തമാകുന്നത്. അത് കലാപമായി തുടർന്നതും ഷെയ്ഖ് ഹസീനയ്ക്ക് പലായനം ചെയ്യേണ്ടി വന്നതിനും പിന്നിൽ പാകിസ്ഥാൻ്റെയും ചൈനയുടെയും നീക്കങ്ങളെന്ന് തെളിഞ്ഞു വരുന്നുണ്ട്. ഇന്ത്യക്ക് വേണ്ടത് ആ പഴയ ബംഗ്ലാദേശിനെയാണ്, ഇന്ത്യയോട് ചേർന്ന് നിൽക്കുന്ന ബംഗ്ലാദേശിനെയാണ്. ഇന്ത്യ ഒരു പുതിയ നയതന്ത്ര മാനേജ്മെൻറ്റ് ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയവും വേണ്ട. അതിനുള്ള കരുത്ത് നമുക്കുണ്ട് താനും.